അങ്ങനെ ഒരു പോഡിയം കിട്ടിയതിൽ ഗ്രേറ്റ്ഫുൾ ആണ്. ഉറപ്പായിട്ടും. അല്ലാതെ മറ്റേ സൈഡിൽ അധികം കൂടെ കൊണ്ടുപോകണില്ല. അതിന്റെ ഒരു നെഗറ്റീവ് നമ്മൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു സാധനം അതെടുത്ത് നമ്മൾ വലിയ വലിയ ലെജൻസ് പറയുന്ന പോലെ തന്നെ അത് ഷോൾഡർ ഇട്ടിട്ടില്ല എന്താ കാര്യം? നമ്മളത് ഷോൾഡറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് നമുക്കല്ലേ, എന്തിനാ അതിന്റെ ആവശ്യം? ഈ പട്ടാമ്പിയാണല്ലോ ജന്മസ്ഥലം. ഇപ്പം പട്ടാമ്പിയിൽ ഉണ്ടാകുമ്പോൾ അവിടെ ലാൽ ജോസ് തൊട്ടടുത്താണ്. മണികണ്ഠൻ പട്ടാമ്പി എന്നുള്ള വലിയൊരു കലാകാരൻ അവിടെ ഉണ്ട്. പിന്നെ മേജർ രവി ഉണ്ട് അവിടെ. ഈ ഇവരൊക്കെ ആയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു റിലേഷനോ സംസാരം ഉണ്ടായിരുന്നു? രവി സാറിനായിട്ട് എനിക്ക് മേജർ രവി സാറിന്റെ അടുത്ത് എന്റെ ഫാമിലിയിൽ ഒരുപാട് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പോലീസിൽ. എനിക്കൊന്ന് പോലീസുകാരനാണെന്ന് ഭയങ്കര ആഗ്രഹം അല്ലേ? ഭയങ്കര, അതായത് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരുപാടാണ്. എന്റെ ഏട്ടൻ പോലീസിലാണ്. എന്റെ ഏട്ടൻ പോലീസിലാണ്. അമ്മാവന്മാര് തൊട്ടപ്പുറത്തുള്ള കുറേ ആൾക്കാർ എൻ്റെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ പണ്ട് ഞാൻ ഈ ആർമി റിക്രൂട്ട്മെന്റും പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടിയിട്ട് എൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് അന്ന് എനിക്ക് സിനിമ എന്നുള്ള മാധ്യമം അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിലുള്ള ആരെയും പരിചയമില്ല. ഞാൻ മേജർ രവി സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് എനിക്ക് ആർമി ചേരണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. കണ്ണേട്ടൻ്റെ അടുത്ത് പോയി കണ്ണൻ പട്ടാമ്പിനെ കണ്ട് മേജർ രവി സാർ ഉള്ളൊരു ദിവസം എൻ്റെ അച്ഛനെയും കൂട്ടി, പാവം എൻ്റെ അച്ഛൻ കൂടെ വന്നത് മോന് മിലിറ്ററിയിൽ ജോലി കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഇത് ഈ മറ്റേ കുരുട്ടുബുദ്ധി ഉണ്ടായിരുന്നത്. സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് എനിക്ക് മിലിറ്ററി ചേരണം എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുക്കുമ്പോഴും പട്ടാമ്പിയിൽ സാറിൻ്റെ വീട്ടിൽ നിന്ന് കണ്ണൻ പട്ടാമ്പി അടുത്ത് നിന്ന് മേജർ രവി സാർ അന്ന് എങ്ങോട്ട് പോകും എനിക്ക് തോന്നുന്നു, അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും അതേ കളർ ഒരു മുണ്ടെടുത്തിട്ടാണ് സാറ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. രവി സാർ ഇറങ്ങി. എന്നിട്ട് സാർ എനിക്കൊന്നൊരു കേണൽ ഡില്ലൻ എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള ലെറ്റർ വരെ തന്നു. പുള്ളി അദ്ദേഹം ഉണ്ടായിരുന്ന പാട്ടിയാലയിലോ പഞ്ചാബിലോ എവിടെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിൻ്റെ അടുത്ത്. പക്ഷെ എനിക്കത് പോകാൻ പറ്റിയില്ല അന്ന്. ലൈക്ക് ഈ പറഞ്ഞ പോലെ മനഃപൂർവ്വം നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതും ഒരു ഇതാണ്. അച്ഛനോട് പട്ടാളത്തിൽ ചേരാനാണെന്നും പറയാ, മനസ്സിൽ സിനിമയാണ് ആഗ്രഹം. മീറ്റ് ചെയ്യുക, എന്നിട്ട് എപ്പോഴേലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പറയുക. ചെന്ന് കഴിഞ്ഞപ്പോൾ മുട്ടിടിക്കും നമ്മളെപ്പോൾ. കാരണം ആ ഒരു +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. +2 എനിക്ക് തോന്നുന്നു ഡിഗ്രി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണത്, ഇയർ ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ട്. ലാൽ ജോസ് സാറിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും സാറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഞാൻ ആക്ച്വലി ഈ കൺമഷി ചെയ്ത് അതിന്റെ റിലീസിന്റെ മുമ്പേ ഏറ്റവും ആദ്യം കൊണ്ടുപോയി കാണിക്കുന്നത് ലാൽ ജോസ് സാറിനെയാണ്. മണികണ്ഠൻ പട്ടാമ്പി മണിയേട്ടൻ ഏറ്റവും ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയിൽ എനിക്കൊരു വേഷമുണ്ട്, പഞ്ചായത്ത് കെട്ടിയിൽ. ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ചുറ്റുപാടുമുള്ള സിനിമ സൗഹൃദങ്ങളിലേക്ക് ഞാൻ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റിൽ. അതെനിക്ക് ഇനിയും നമ്മൾ എത്തണമല്ലോ. ഈ എഴുത്ത് വായന അത് സിനിമ സംബന്ധമായിട്ട് ചെയ്യുക, ഇപ്പം അപ്പുറത്ത് ഈ പറഞ്ഞ ബാക്കിയുള്ള പ്രോഗ്രാംസ് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ കൂടെ അത് സാധ്യമാവുന്നുണ്ടോ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? അതിന് ഡെഡിക്കേറ്റഡ് ആയ ഒരു സമയം കൊടുക്കുന്നുണ്ടോ? സമയം കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ ചില തോന്നലുകൾ വരുമല്ലോ. ചില സമയത്ത് നമുക്ക് ചിലൊരു ഐഡിയ വരിക, അല്ലെങ്കിൽ ചില ചിന്തകൾ വരിക. അപ്പോൾ ആ സമയത്ത് അത് എഴുതി വയ്ക്കും, ലൈക്ക് സ്ക്രിബിൾ ചെയ്യണ പോലെ നമ്മൾ വയ്ക്കും. പിന്നെ പലപ്പോഴും അത് ഡെവലപ്പ് ചെയ്യുന്നത് എൻ്റെ ഈ സൗഹൃദങ്ങളുണ്ടല്ലോ, ഈ സിനിമ കൂട്ടങ്ങളുണ്ട് എൻ്റേതായിട്ടുള്ള, ഞാനും കൂടി പെട്ടിട്ടുള്ള ആ കൂട്ടത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ഭയങ്കര വാചാലമായിട്ട് നമ്മൾ സംസാരിക്കും. അതിന് ഡെവലപ്പ് ചെയ്തിട്ട് പല പല രസമുള്ള പരിപാടികൾ എനിക്ക് തോന്നുന്നു ടേക്ക് ഓഫിലേക്ക് എത്താവുന്ന ഒരു പ്രൊജക്റ്റ് വരെ വന്ന് നിൽക്കുന്നുണ്ട്. ശരിക്കും അത് ഇന്നവേ അത് ആസ് സൂൺ ആസ് അത് അനൗൺസ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ്. കൈൻഡ് ഓഫ് ആഗ്രഹങ്ങളാണ്. എഗെയിൻ അത് ഇപ്പോൾ സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നെ പോലെ ചിലപ്പോൾ എറണാകുളത്തുള്ള അല്ലെങ്കിൽ മറ്റ് കേരളത്തിൻ്റെ പല സ്ഥലത്തുള്ള ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുപോലെ ചിന്തിക്കുന്നുണ്ടാവും. അതിലൊരാൾ മാത്രം. അത് സംഭവിക്കട്ടെ, അതൊരു നല്ല സിനിമയാവട്ടെ. ഇപ്പോൾ സിനിമാശ്രമത്തിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റും സിനിമാശ്രമത്തിൻ്റെ ഏറ്റവും ഒരു സന്തോഷമായിട്ട് പോയിന്റ് എന്ന് പറഞ്ഞത്? ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ തമാശയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. വേണമെങ്കിൽ ഈ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഭയങ്കര ഘടകമാണ്. കാരണം ഒരു കാര്യം നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിലും ഒരു കാര്യം ക്രിയേറ്റീവായിട്ട് ചെയ്യണമെങ്കിലും നമുക്കപ്പുറത്തൊരു സ്ട്രോങ് പില്ലറിലൊരു വലിയൊരു സംഭവം ഉണ്ടാവണം. ഞാൻ എൻ്റെ വലിയൊരു ഫാമിലി ഉണ്ട്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ ഫാമിലിയാണ്. ഞാൻ അടങ്ങുന്ന അത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന വൺ ഓഫ് ദ മേജർ ഫാക്ടർ ഞാനാണ്. കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. ഭയങ്കര വലിയൊരു ഫാക്ടർ ഞാനാണ്. അപ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. അത് വലിയൊരിതാണ്. പിന്നെ ഓഫ് കോഴ്സ് ഏറ്റവും പീക്കിൽ കിട്ടുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ അച്ചീവ്മെൻറ്റ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ. അത് ഞാൻ സന്തോഷിക്കുന്നതിൻ്റെ കൂടെ എൻ്റെ കൂടെയുള്ള ആൾക്കാർ സന്തോഷിക്കുക. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, പ്രവീൺ എന്നാണ് പേര്. പല ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിൽ അവൻ എൻ്റെ ഘടകമാണ്. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ഈ TV-യിൽ അല്ലെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണതിൻ്റെ ലൈവ്
കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് അവന്റെ ഫോണിലാണ് കേൾക്കണം. ഇന്നും പല ആൾക്കാരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അവന്റെ ഫോണിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അവൻ ഈ സമാന്തരങ്ങളില്ലാതെ അഭിനയിച്ച് കാണിച്ചു എന്ന് പറയുന്ന അതന്നെ. സർജറി അനൗൺസ്മെന്റ് അല്ലേ? ഓക്കെ മന്ത്രി അനൗൺസ് ചെയ്യുന്ന വീഡിയോ അവന്റെ ഫോണിൽ ഓക്കെ. ലൈക്ക് അവൻ പല ഇൻസിഡൻസിലുണ്ട്. ഈ ഇപ്പം നമ്മൾ കാണുന്ന ബിഗ് ബോസിനകത്ത് ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട അവസരങ്ങളിലും ലാൽ സാർ വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ പ്രൊഫഷനിലേക്ക് ഉപയോഗിക്കാൻ തോന്നിയ ഒരു എലമെന്റോ ഉണ്ടോ? ഒരുപാടുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം വലിയൊരു ഇൻസ്പയറിംഗ് ഫാക്ടറാണ്. അറിഞ്ഞോ അറിയാതെ. പക്ഷെ അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കാണുന്നത് ഇപ്പം നമ്മൾ കാണുന്ന നടൻ മോഹൻലാലിനെ ഒന്നും അല്ലല്ലോ. അവിടെ ഒരു അവതാരകനെയും കാര്യങ്ങൾ ടാക്കിൾ ചെയ്യുന്ന ഒരാളെയൊക്കെയാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഡയറക്റ്റ്ലി. നമ്മൾ പോലും കാണാത്ത കുറെ വേർഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എഡിറ്റഡ് വേർഷൻ ഒക്കെ അല്ലേ കാണുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഈ എന്താ പറയുക, അറ്റ് ദ മൊമെന്റ് കുറേ കാര്യങ്ങൾ പുള്ളി അവിടെ മാനേജ് ചെയ്ത് പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ സോക്കോൾഡ് എത്ര ആൾക്കാർക്ക് പുറത്ത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ലാൽ സാർ അത്, അല്ലെങ്കിൽ ലാലേട്ടൻ അത് ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചില റിയാക്ഷൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളതിനെ ചില മൊമെന്റിൽ നമ്മളതിനെ ഒന്ന് കൺസോൾ ചെയ്യുന്നു ഒക്കെ ഭയങ്കര ഗുണകരമായിരിക്കും അത്. അപ്പോൾ എനിക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചില ഇൻസിഡൻസിലൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ പോലും അത് നമുക്ക് ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ ആരാധിക്കുന്ന വലിയൊരാളല്ലേ മണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്ന അത് ആ സമയത്ത് ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളല്ലേ ദേഷ്യപ്പെടുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മൂത്ത സഹോദരനൊക്കെ ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതേ ഫീലിൽ നമുക്കത് സെയിം ടൈമിൽ തൊട്ടപ്പുറത്തെ മൊമെന്റിൽ പുള്ളി അത് ഭയങ്കര രസമായിട്ട് നമ്മളതിനെ അത്ര ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചു വിടും. അത് മോനെ അതങ്ങനെ അല്ലടാ, അത് നീ ഇതിങ്ങനെ വിചാരിച്ചതിൻ്റെയാണ് എന്ന് പറയുമ്പോൾ ദൈവമേ ഈ എന്നെയാണല്ലോ ഇദ്ദേഹം ഇതിങ്ങനെ ചെയ്തത് എന്നുള്ളത് നമുക്ക് കിട്ടുമ്പോൾ അത് ഭയങ്കര ആ ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന വലിയൊരു ലെജൻഡ് നമ്മളോട് ആ ഒരു മൊമെന്റിൽ കാണിക്കുന്ന ഒരു ഇതാണത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പുള്ളി എപ്പോഴും പറയുന്ന പോലെ ലിവ് ഇൻ ദ മൊമെന്റ് എന്ന് പുള്ളി വിശ്വസിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം. ഇപ്പം നമ്മുടെ ഫിലിമിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്, ഡയറക്റ്റും ചെയ്യുന്നുണ്ടല്ലോ. ഇത് ബാലചന്ദ്ര മേനോൻ സ്കൂളിൽ നിന്ന് കിട്ടിയതാ? ആഗ്രഹത്തിന്റെ അത് ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് വന്ന പക്ഷെ എനിക്കൊന്ന് ഒരുവിധപ്പെട്ട എല്ലാ സീനിലും അനൂപ് ഉണ്ട് അതിനകത്ത്. ബ്രോ അതിനകത്ത് ഉണ്ട്. പിന്നെ എങ്ങനെ ഡയറക്റ്റ് ചെയ്യാ, അത് ഇത് ആളുകളെ പ്ലേസ് ചെയ്യണം, ലൈറ്റ് നോക്കണം. ഇത് ആദ്യമൊക്കെ നമ്മുടെ ടീമിലുള്ള ഒരു ഇത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് വരണത്, എന്താണിത് വരണത്, ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇപ്പം എൻ്റെ ഷിഹാബാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആള്, ക്യാമറ. അപ്പം ഞാൻ ഏറ്റവും ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഷിഹാബിനോട് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. എടാ ഇതൊരു നാളെ ഒരു വൃത്തിയുള്ള ഒരു ഔട്ടായിട്ട് വരാൻ വേണ്ടിയുള്ള സാധനമാണ്. നീ സോക്കോൾഡ് ഭയങ്കര ലോജിക്കായിട്ടുള്ള ചിന്തകളൊക്കെ എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ മനസ്സിലുള്ള വിഷ്വൽസ് ഇങ്ങനെയാണ്. അവര് പുഴ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്രോസ് ചെയ്യുന്നതിൻ്റെ വിഷ്വൽ ഒരു ഓയിൽ പെയിന്റിങ് പോലെ ആയിരിക്കണമെന്ന് ഞാൻ അവനോട് സംസാരിക്കുന്ന ഉച്ച നേരത്ത് ഈ തിരുമിറ്റക്കോട് അമ്പലത്തിൻ്റെ ബാക്കിലുള്ള ഈ ഭാരതപ്പുഴയിൽ നിന്നുകൊണ്ടാണ് പറയണത്. ഈ പുഴ ക്രോസ് ചെയ്യുന്ന രാത്രിയത്തെ വിഷ്വൽ ഒരു ഓയിൽ പെയിന്റിങ് പോലെ കാണണം എന്നുള്ളത്. അത് ആ ഓയിൽ പെയിന്റിങ് പോലെ വരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ എന്നുള്ളത്. അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുള്ളത് ഷിഹാബിനെ ഏറ്റവും, പിന്നെ ആ സമയത്ത് അസിസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കൂടെ ഈ ഒരു ഒറ്റ ലക്ഷ്യമായിട്ട് നിന്ന് ഓരോ ആൾക്കാരുണ്ട്. ലൈറ്റ് ചെയ്ത ആൾക്കാർ മുതൽ മറ്റേ സുധിയും അക്ഷയും റഷീദിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്.